അവർ എന്തൊക്കെ വാദങ്ങളാണ് അപ്പോൾ കൊണ്ടുവന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തെന്നലയിൽ പ്രസംഗിക്കുമ്പോൾ ആദ്യം ഒരു തങ്ങളുടെ പ്രസംഗം കേൾപ്പിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് അയാസ്വാനമൽ ഈദില്ലദീ സൊഫ ഹൗലഹു എന്ന് പറയുന്ന ബൈത്ത്, ആ ബൈത്ത് ചൊല്ലുമ്പോൾ അവിടെ സ്വലാത്തും തസ്ലീമും ചൊല്ലേണ്ടതില്ല എന്ന് ചിലർ പറയുന്നു. എന്തൊരു തോന്നിവാസമാണത്, ചരിത്രം പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം കേൾപ്പിച്ചു. അതിനുശേഷം അങ്ങനെ ആവശ്യമില്ല, സ്വലാത്തും തസ്ലീം ചൊല്ലാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന അതേ ടീമിൻ്റെ പ്രധാന ആളായ നിയൽവാദിയായ മുസ്ലിയാരുടെ ക്ലിപ്പും കാണിച്ചു. ഇത് രണ്ടും ഒരു ടീമാണ് പറയുന്നത്. സ്വലാത്തും തസ്ലീമിന് അവിടെ ചൊല്ലണ്ട എന്ന് പറയുന്നത് തോന്നിവാസമാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവാണ്. പിന്നീട് അത് ചൊല്ലാൻ പാടില്ല, അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതും നിങ്ങളുടെ ആളാണ്. ഇനി ഏതാ ശരി നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചേക്ക്, അതല്ലേ അതിൻ്റെ വഴി. രണ്ടും പറഞ്ഞത് നിങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര സ്വലാത്തും തസ്ലീമും ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലണം. പിന്നെ നമുക്കിവിടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ശംസുലമ അടക്കമുള്ള മഹാരഥന്മാർ കാണിച്ച പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നടന്നു പോരുന്ന അമലിന് അങ്ങനെ തന്നെ ചൊല്ലണം. ഞാൻ ഇന്നലെ അത് കേൾപ്പിച്ചപ്പോൾ ഏതോ ഒരുത്തൻ ഇന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ എന്തോ ക്ലിപ്പ് കട്ട് ചെയ്തതാണോ? ഉസ്താദ് അതിൽ പറയുന്നത് വൈലത്തൂർ ബാബ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മങ്കൂസ് മൗലുദിൻ്റെ ഷറഹിൽ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഇയാളെ വാദം അതല്ല എന്നാ വരിക. ഇയാളതല്ലേ വാദിക്കുന്നത്. ഈ നേൽവാദിയായ മുസ്ലിയാരുടെ അതിലുള്ള വാദം എന്താ? അവിടെ സ്വലാത്തും തസ്ലീമും ചൊല്ലണ്ട, ചൊല്ലാതിരിക്കലാണ് നല്ലത്. അതല്ലേ അയാളുടെയും വാദം. ബാവുസ്താദ് പറഞ്ഞു എന്നതുകൊണ്ട് അയാൾ ആ വാദക്കാരനല്ലാന്ന് വരുമോ? അങ്ങനെ വാദിക്കുക എന്നത് തോന്നിവാസമാണെന്നാണ് ഖലീൽ തങ്ങൾ പറയുന്നത്. അപ്പം അതിനാ നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി ബാബ ഉസ്താദ് അത് പറഞ്ഞോ? അത് നമുക്ക് പരിശോധിക്കാം. ബാബ ഉസ്താദ് അതല്ല പറഞ്ഞത്. അയാൾ പറഞ്ഞ ആശയം അയാളുടേതാണ്. ബാബ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ബാബ ഉസ്താദിൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥം ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ ഉസ്താദിൻ്റെ കൂടെ ഓതി പഠിച്ചവരാണ് ഞങ്ങൾക്കതിൻ്റെ അർത്ഥം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഉസ്താദ് അത് ചൊല്ലണമെന്നാണ് പറയുന്നത്. ആർക്കും നോക്കി അതിൻ്റെ അർത്ഥം അറിയണ്ടേ? എന്തെങ്കിലുമൊക്കെയാണ് പറയല. വഹാദൽ ജവാബ് സ്വലാത്തും തസ്ലീമുൻ വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയ എന്ന് പറഞ്ഞിടത്ത് ബാബുസ്താദ് പറഞ്ഞു വഹാദൽ ജവാബ് മൗജൂദുൻ ഫീ ജമീഇൻ നുസഖ്. അതാ പറഞ്ഞേ. എന്താ പറയുന്നത്? ഈ ജവാബ് അതെല്ലാ നുസ്ഖകളിലുമുണ്ട്. അല്ലത്തി റഅയ്നാഹ, നമ്മൾ കണ്ട നുസ്ഖകളിലൊക്കെ സ്വലാത്തും തസ്ലീമുണ്ട്. അപ്പോൾ ചൊല്ലണം എന്നാ പറയുന്നത്. എന്നിട്ട് മൂപ്പര് ഏതവസ്ഥയിൽ വൽ ഖിയാസു തർക്കുഹു, നമ്മളിങ്ങനെ മൗലിദിൻ്റെ ഓരോ വരികൾ എടുത്തു നോക്കുമ്പോൾ മറ്റുള്ളതിനോട് യോജിപ്പിച്ച് നോക്കുമ്പോൾ അത് ഒഴിവാക്കലാണ് എന്നൊക്കെ തോന്നും. എന്നാലും ആ വാവ് ഹാലിയാണ്. ആ അവസ്ഥയിൽ തന്നെ എല്ലാ നുസ്ഖകളിലും ഇതുണ്ട്, അതുകൊണ്ട് ചൊല്ലണം എന്നാ പറയുന്ന വാവസ്ഥാത്. അല്ലാതെ വൽ ഖിയാസു എന്ന് പറയുമ്പോഴേക്ക് ആ ഖിയാസ് പറഞ്ഞ സംഗതിയാണ് ചെയ്യണം എന്നല്ല. അതൊക്കെ ഇനി ഓതി പഠിക്കണ്ടേ. لأن هذه الأبيات ليست من أبيات المولد الشريف بل هو بيت لعثمان بن الحويرث فقياسه عدم الإجابة كما في إن كنت أنت حليت يوما باللقاء എന്നുള്ള ബൈത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവിടെ ഇൻ കുൻത അൻത ഹുലീത്തിൻ്റെ അവിടെ നമ്മൾ സ്വലാത്തും തസ്ലീമും ചൊല്ലലില്ലല്ലോ. അപ്പം അതുപോലെ ഇതിൻ്റെ റൂട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. എന്നിരിക്കെ തന്നെ എല്ലാ നുസ്ഖകളിലും നമ്മളത് കണ്ടു. അതുകൊണ്ട് ഈ ജവാബ് മൗജൂദുൻ, അതെല്ലാ നുസ്ഖകളിലുണ്ട്, അത് ചൊല്ലണം എന്നാ ബാവുസ്താദ് പറയുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ ഇതിന് തുല്യമായ ഇബാറത്ത് ബാവ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ഖുതുബ പരിഭാഷയുടെ വിഷയത്തിൽ അലിയു ഷിബ്രാമുല്ലസിയുടെ കൗല് വിശദീകരിച്ചുകൊണ്ട് വൽ ഖിയാസുവിൻ്റെ ചർച്ചയുണ്ട്. അവിടെ വാവ് ഹാലിയാണെന്ന് പറഞ്ഞ വിശദീകരണം ബാബ ഉസ്താദ് എപ്പോഴും പറയുന്നതാണ്. അപ്പം നിങ്ങൾ അർത്ഥം വെച്ചെടുത്ത് തെറ്റിയതാണ്. ഇതിൻ്റെ
പോക്കും റൂട്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല. എന്നിട്ടും നമ്മൾ കണ്ട എല്ലാ കോപ്പിയിലും അതുണ്ട്, അതുകൊണ്ട് ചൊല്ലണം എന്നാ പറയുന്നത്. ഇൻകുൻത അലീത്ത എന്ന് പറയുന്ന അവിടെ കോപ്പിയിൽ ഇല്ലല്ലോ, നുസ്ഖയിലില്ലല്ലോ, അവിടെ ഇല്ല, ഇവിടെ അതുണ്ട്, അതുകൊണ്ട് ചെല്ലണം. ഇവിടെ ചെല്ലി വരലാണ് പതിവ്, അതുകൊണ്ട് ചെല്ലണം. ബാബ ഉസ്താദിൻ്റെ പേരിലൊന്നും കളവ് പറയാൻ വേണ്ടി ആരും മെനക്കെടണ്ട. ബാബ ഉസ്താദ് പറഞ്ഞതല്ല നിയൽവാദിയായ മുസ്ലിയാർ പറഞ്ഞത്. അയാളെ വകയിൽ പറഞ്ഞിട്ട് അത് ബാബ ഉസ്താദിലേക്ക് ചാരി വച്ചതാണ്. ബാബ ഉസ്താദ് അതിലില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയമായി അത് കൊണ്ടുവന്നത്. ആയിക്കോട്ടെ, ആ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം.